റിപ്പീറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളെ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ട് ഇന്നൊരു വെക്കേഷനൊക്കെ ആയില്ലേ, അപ്പോൾ കുറച്ച് മാസമായി നാളല്ല. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചെറിയ യാത്ര ഇവിടെ അടുത്ത് വരെയുള്ള തൃശ്ശൂർ വരെയാണ് പോണത്. അപ്പോൾ തൃശ്ശൂർ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമോ ടൗണിൽ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. കാണാം. ഞങ്ങൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് തന്നെ, കാരണം ഇവിടെ ഗൗരിയും ഗോമിയൊന്നും ബസ്സിൽ പോയിട്ടുള്ള ശീലമില്ല, പോയിട്ടില്ല അധികം. തൃശ്ശൂർ ബസ്സിൽ പോയിട്ടുണ്ടോ ഗോമി? ഗോമി ബസ്സിൽ പോയിട്ടില്ല. അതുപോലെ ബസ്സിൽ പോയിട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ ശീലമാട്ടോ, ഞങ്ങൾ ബസ്സിലൊക്കെ സ്ഥിരം പോകണം. അപ്പം ചേച്ചിയുടെ അനിയൻ്റെ കുട്ടികളുണ്ട്, അവർക്ക് അവർ അപ്പോൾ അവരുടെ അച്ഛൻ മുള്ളൂർക്കരയുണ്ട്. പെട്ടെന്ന് എത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ ഞങ്ങളെ ഇവിടെ ആക്കാമെന്ന് പറഞ്ഞു, തൃശ്ശൂർക്കാക്കാം. ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് മുള്ളൂർക്കര, ചെറുതുരുത്തിക്ക് അപ്പുറം മുള്ളൂർക്കര എന്നുള്ള സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. നല്ല നട്ടപ്പറ വെയിലാണ്, ഇരുട്ടാണ് പോണത്. പക്ഷെ പരമാവധി വെയിലൊന്നും കൊള്ളാതെ ഉള്ള യാത്ര തന്നെയാണ് ഞങ്ങൾ. മുള്ളൂർക്കരാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഷാലിമാറിൻ്റെ അവിടെ, അതായത് ചെറുതുരുത്തി എത്തുമ്പോഴേക്കും ഇവരുടെ അച്ഛനവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ പോകാം. ഞങ്ങളുടെ ഈ കുഞ്ഞ് യാത്ര അതാ തൃശ്ശൂരിൽ നിന്ന് കൊച്ചിൻ പാലത്തിലേക്ക് കടന്നു. അല്ല, തൃശ്ശൂർ എന്നല്ല, ഷൊർണൂരിൽ നിന്ന് കൊച്ചിൻ പാലം. നമ്മുടെ ഭാരതപ്പുഴ, ഗോപിയെ പറയും, ഗോപിയെ ചെറിപ്പത്തിന് പാതരപ്പുഴ, ഭാരതപ്പുഴേൻ്റെ പാതരപ്പുഴ എന്ന് പറയുന്നുണ്ടായിരുന്ന ആൾക്കാരാണ് അച്ചു ഗോമിയൊക്കെ. അച്ചു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അങ്ങനെ പറയുന്നത്. ഇവരുടെ പാതരപ്പുഴ എത്തി, ചെറുതുരുത്തി എത്തി, തൃശ്ശൂർ ജില്ലയ്ക്ക് കടന്നു കേട്ടോ. തൃശ്ശൂർ ടൗണിലേക്ക് ഒരു 30-35 കിലോമീറ്ററും കൂടി ഉണ്ട്. അവിടെ ഉണ്ട് ഇവരുടെ അച്ഛൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഗോമി കരിമ്പ് ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിണങ്ങിരിക്കും കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ദാഹം തുടങ്ങിയിട്ടോ. അതും എല്ലാവർക്കും കരിമ്പൻ ജ്യൂസാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ ഗോമിക്ക് കരിമ്പ് ജ്യൂസ് വേണ്ട, വാട്ടർമെലൻ വേണം എന്ന് പറഞ്ഞിട്ട് വാട്ടർമെലൻ ഒപ്പിച്ചിട്ടുണ്ട്. അല്ലേ ഗോമിയെ? വാട്ടർമെലൻ പുറത്തേക്ക് ഇറങ്ങണോ? ഓ, ഇറങ്ങിപ്പോ. പുളിയുടെ ഹാങ് ഓവറില്ല. മാങ്ങ തിന്നിട്ട് അതില് പുളിയുടെ ഹാങ് ഓവറിൽ അത്ര പേര്. ഗോമിക്ക് എന്താ വേണ്ടേ? അതും പുളിയുണ്ടല്ലേ? ഉപ്പിലിട്ടതാ? അറിയില്ലായിരുന്നു കേട്ടോ. കവിത കൊട്ടത് അതെഴുതും നിനക്ക് വാർത്ത കൊട്ടത്. ഓഹോ കൺമണി അൻപോട് കാതലെന്നാൽ കവിതമേ പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാണ് സൗഖ്യമേ. അല്ല മറ്റേതും താണ്ടി പുനിതമാനത് ഉണ്ടാനക്കായ നെഞ്ച് തന്നാണ് വീശും കാറ്റ് പൊന്നാനെ പൊന്നാനെ നിന്നെ കാതും എന്നെ പാത്തും വന്നത് പാതും എന്നെ പാത്തും എന്നോട്
കാലാട്ടല്ല കാലാട്ട് 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 സാധുരക്ക് പൊറിയുമാ ലാലി ലാലിയേ ലാലി ലാലിയേ ലാലി ലാലിയേ ലാലി ലാലിയേ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കവിതമേ പൊന്മണി ഉൻ വീട്ട് സൗഖ്യമാനാ നിന്റെ സൗഖ്യമേ പാത്തയിൽ കവിത കൊട്ടത് അത എഴുത നിനക്കയിൽ വാർത്ത മുട്ടത് ഓഹോ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കവിതമേ പൊന്മണി ഉൻ വീട്ട് സൗഖ്യമാനാ നിന്റെ സൗഖ്യമേ. ഞങ്ങള് അശ്വിനിയുടെ അവിടെ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല പുരി വെയിലാണ്. ഞങ്ങളൊരു ഓട്ടോയിൽ കയറാൻ പോവാം. ഞങ്ങളങ്ങനെ തൃശ്ശൂര് സൂവിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എന്താ ഉച്ചയ്ക്ക് ഭയങ്കര വിശന്ന് ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് തൃശ്ശൂർ ഒരു കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ഇതിന് മുമ്പിൽ തന്നെ ഒരു കുടുംബശ്രീ നാടൻ ഭക്ഷണശാലയുണ്ട്. അവിടുന്ന് ബിരിയാണിയും ഊണൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇതാ നമ്മുടെ സൂ. നല്ല പൊരി വെയിലാട്ടോ. അധികം വെയിൽ കൊള്ളില്ല എന്ന് ഞങ്ങൾ ശബ്ദത്തിട്ടുണ്ട്. പക്ഷെ ഇവിടേക്കൊക്കെ വെയിൽ കൊള്ളാതെ നിവർത്തിയില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കുടുംബശ്രീ ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ ബിരിയാണിയും കിട്ടും. ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. ഇവർക്ക് ബിരിയാണി വേണമെന്ന് പറയണേ. ഇനിയിപ്പോൾ ഇനി അകലേക്കൊന്നും പോവാനുള്ള ആരോഗ്യമില്ല. നല്ല വെയിലത്. വെയിലുകൊണ്ട് ക്ഷീണിച്ചേക്കും. ആ പുതിയ ഒരാളും കൂടി ഉണ്ട് ഇവിടെ ഉണ്ട്. സച്ചു. ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കയറിയതാട്ടോ. വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാ അല്ലേ സച്ചിയ? കളഞ്ഞു കിട്ടിപ്പോയി. കളഞ്ഞു കിട്ടിയതല്ല, എൻ്റെ സച്ചുട്ടനാണേ. അയ്യോ അതന്നെ കൊഞ്ചിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാനും ഗൗരിയും ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഊണും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പൈസ കൊടുക്കണത് ആരാ? ആരാ കൊടുക്കണേന്ന് പറ. ഭൂമിയാണേ. ഭൂമിയുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട്? എത്ര രൂപയുണ്ട്? 35 രൂപ ഉണ്ടല്ലേ. ആ അപ്പോൾ എല്ലാവർക്കും തികയും. 40 രൂപ ഉണ്ടോ? ഓ അപ്പോൾ ധാരാളമായി. എല്ലാവരുടെയും പൈസ കൊടുക്കുന്നത് ഗോമിയാണ്. പിന്നെ ഗോമി എനിക്ക് എന്തൊക്കെ വാങ്ങിച്ചു തരാമെന്ന്? എടി നീ ഇങ്ങനെ ഒന്നല്ലോ എന്നോട് പറഞ്ഞത്. ചെരുപ്പ് മേടിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ? ചെരുപ്പ് 35 രൂപ കൊണ്ട് ചെരുപ്പ് കിട്ടില്ല. അപ്പൊ നീ ഇങ്ങനെ പറ്റിച്ചതല്ല, നിനക്കറിയാലേ. എടി സൂത്രക്കാരി അമ്പടി. അപ്പൊ നിനക്ക് അറിയൊക്കെ ചെയ്യാം. എന്തെങ്കിലും വേണോ? മീൻ വറുത്തത് എന്തെങ്കിലും മേടിച്ചു. അതെ അയില വേണ്ടേ? നിനക്ക് എന്ത് വേണം? അയില മതിയോ? ഓരോ അയല കൊടുത്തോളൂ. ആ ലച്ചുവിന് അയല കഴിക്കൂ. ലച്ചു അവൾക്ക് വേണ്ട. 2 എണ്ണം. എങ്ങനെയുണ്ട് ഭക്ഷണം? ലച്ചു 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 അവര് വർത്തമാനത്തിലാണ്. ഗൗരി ബിരിയാണി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ടേസ്റ്റ് ഉണ്ടല്ലേ? നന്നായിട്ടുണ്ടല്ലേ? സച്ചു എങ്ങനെയുണ്ട് ഭക്ഷണം? നല്ല ഭക്ഷണം. അവിടുത്തെ കുടുംബശ്രീത്തെ ആൾക്കാരായിട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്നത്. കാരണം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ മേടിച്ചാൽ മതിയല്ലോ. അടിപൊളിയുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല വിശന്നിട്ട് വേണമെന്ന് അറിയില്ല. നല്ല ടേസ്റ്റ്. സച്ചു മേടിച്ചില്ലേ? നീ മേടിച്ചില്ലേ? ആ സച്ചുവിൻ്റെ പാത്രം കണ്ടു. ബാഗ് പിടിക്കണോ? ആ ബാഗ് അവൾ തരുന്നില്ല. ഞങ്ങളൊക്കെ അതിൽ ഓ അതാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിട്ടോ. ഇവിടെ സൂവിൻ്റെ തന്നെ ഓപ്പോസിറ്റുള്ള ഒരു MTI ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. നല്ല ഫുഡാണ്. ഇപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം അന്വേഷിച്ച് നടക്കാനൊന്നും നമുക്ക് ഇതില്ല. നേരെ ഓപ്പോസിറ്റിൻ്റെ ഭക്ഷണമുണ്ട്. നല്ല ബിരിയാണി ആയിരുന്നു. നല്ല ഊണായിരുന്നു അല്ലേ? അല്ലേ? ഊണ് കഴിച്ചവരൊന്ന് അഭിപ്രായം പറയൂ.
നല്ല നല്ല ഊണായിരുന്നു. കറികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല മീനാ. ആ മീനെ കഴിക്കാത്ത ലക്ഷു വരെ മീൻ കഴിച്ചു. നടുഭാഗം മാത്രം. ആ ഇനി നേരെ ഓപ്പോസിറ്റ് ഗോമീനെ ശ്രദ്ധിച്ച് പിടിക്കാം കേട്ടോ. അങ്ങനെ പിടിക്കാം. അപ്പോൾ ഞങ്ങൾ ഇനി സൂവിലേക്ക് പോവാണ്. ഇവിടെ സച്ചു എൻ്റെ ആങ്ങളുടെ കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു കേട്ടോ. ഈ ചൂടിലും ഇവിടെ അത്ര വലിയ ചൂടൊന്നും തോന്നില്ല. എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ ആൾക്കാരുണ്ട് ഇവിടെ. കൗണ്ടർ ഇതാ വെക്കേഷൻ ആയ കാരണം അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ആദ്യം തന്നെ ഇതേ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ പാരറ്റ്, റോസ് റിങ്ങഡ് പാക്കേജ്, മോതിരത്തത്ത. എന്താ ഗോമി? ഒരു പ്ലാവ് നോക്കി നോക്കൂ. ചെറിയ പ്ലാവൊക്കെ ഭയങ്കര തടിയും തൊക്കെ ഉണ്ടെങ്കിലും അധികം ചക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതൊക്കെ ഉണ്ടാവും. എൻട്രൻസിന്റെ അവിടെ തന്നെ ഇതാ കുറച്ച് തത്തകളുടെ ഒക്കെ ഇതുണ്ട്. ഇത് ചക്കമരം, പ്ലാവ് പ്ലാവ് പ്ലാവ്. ഇവിടെ സിറ്റിയുടെ നടുവിൽ തന്നെയില്ലേ, നമ്മുടെ ഏകദേശം സിറ്റിയുടെ നടുവിലല്ലത്. ഇവിടെയൊക്കെ ഒരുപാട് മരങ്ങളുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് പഴക്കമുള്ള മരങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലം കേട്ടോ. അതുകൊണ്ട് അത്ര ചൂടറിയണില്ലല്ലോ നിങ്ങൾക്ക്. ഇപ്പൊ തൃശ്ശൂര് ഈ വേനൽക്കാലത്തും അധികം ചൂടൊക്കെ അത്ര പ്രശ്നമില്ലാണ്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ. അധികം പൈസ ചെലവില്ലാതെ വരാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളിലൊന്നാണ് ഇവിടെ. ഇതാ ഇവിടെ കണ്ടോ, ഇതില് ഭയപ്പെടുത്തിയാൽ ഇവ ചത്തതുപോലെ അഭിനയിക്കുന്നു. ഈ ചക്കിപ്പരുന്ത് ഭയപ്പെടുത്തി കഴിഞ്ഞാൽ ചത്തതുപോലെ അഭിനയിക്കും. വെച്ചോ ഒന്ന് ഭയപ്പെടുത്തടാ. ഭയപ്പെടുത്തി കഴിഞ്ഞാൽ വിവരം അറിയൂട്ടോ. അടി കിട്ടുന്നു. എടാ നിന്നെ ഞാൻ വെടിവെച്ച് കൊല്ലും. അതൊന്നും ഭയപ്പെടില്ല. അതൊന്നും പറഞ്ഞിട്ട് ഭയപ്പെടുന്നില്ല കേട്ടോ. ചത്തതുപോലെ അഭിനയിക്കണ്ടോ? ഇല്ല. ഉപദ്രവിക്കാൻ വന്നാൽ, ആക്രമിക്കാൻ വന്നാൽ അല്ലാതെ കൊല്ലൊന്നും പറഞ്ഞ കാര്യമില്ല അല്ലേ. അതും കണ്ണും മറ്റു മത്സരം വെക്കുക കണ്ണടക്കണം. അതെ, ആദ്യം ആരെ കണ്ണടക്കാന്നാ? പരുന്താണോ കണ്ണടക്കുക? മൂങ്ങിയിട്ടാ. അപ്പൊ നീ ജയിച്ചു തന്നെ. മൂങ്ങിയായിട്ട് മത്സരം വെച്ചാലേ, കണ്ണടക്കല് മത്സരം വെച്ച് കഴിഞ്ഞാലേ ഫസ്റ്റ് എന്താ നീർമാതളം അല്ലേ, ഗാർലിക് പിയർ ടീ, ശതാവരി. അത് ശതാവരി ഇതൊക്കെ മരുന്നുകളാണേ. കുറേ മരുന്നുകളുടെ സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ. ചുക്ക്, കൂവളം. അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകളുടെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. ത്രിഫല, ഇത്തി. പിള്ളേർക്ക് ഇതൊന്നും കാണാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. അതായത് വിളിക്കുന്നു, അവർക്ക് വിളിക്കുന്നു കേട്ടോ. അവർക്ക് മൃഗങ്ങളെ മാത്രം കണ്ടാൽ മതി. പാലാട്ടോ, ഡെവിൾ ട്രീ. പാലമരത്തിൻ്റെ അടുത്തൊന്നും നട്ടൊച്ചയ്ക്ക് വരാൻ പാടില്ല എന്നൊക്കെ പറയും. അത് കറുവ, സിന്നമൻ. യക്ഷിയില്ല, പക്ഷിയുണ്ട്. ഇത് ആർട്ട് മ്യൂസിയം ആണ്. ഇത് തുറന്നിട്ട് ഇവിടെ ഒറ്റയ്ക്കൊരു ഹിപ്പോപ്പൊട്ടാമസിനെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഗ്രൂപ്പായിട്ട് കുറച്ച് പേരുണ്ട്. ഇപ്പോഴാണ് അതന്നെ രശ്മി, പോപ്പി. രശ്മിക്ക് രശ്മി
2013 ലച്ചുവിനേക്കാൾ താഴെയാണ്. അല്ല, ലക്ഷ്മിയല്ല, കോപ്പിയാണ് 2013. രശ്മി കുറച്ച് വയസ്സായാളാണ്. 1992 ചെറുതാണ് ഇവിടെ കൊണ്ടുവന്നത്. രശ്മിയും കോപ്പി കേട്ടോ. അതെങ്ങനെ മനസ്സിലായ വലിപ്പം കൂടല്ലേ? പോട്ടമസ് ആണോ? രശ്മി ഇതാണ്. അപ്പൊ രശ്മി പോകും. ഇതേ ഭാഗം ഇവിടെ ഗൗരി ഇരുന്നോ? നമ്മുടെ പേര് അപ്പോ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം. പ്രാഞ്ചേട്ടൻ്റെ ഡയലോഗ് ഓർമ്മയുണ്ടായിരിക്കെങ്കിലും ആ മമ്മൂട്ടിയുടെ സിനിമയിൽ പൂരങ്ങളുടെ പൂരമായ അറിയില്ല. അപ്പം അല്ലല്ല, പ്രാഞ്ചേട്ടൻ്റെ സിനിമയോ അരിപ്രാഞ്ചി? സിനിമയുടെ പേര് എന്തെങ്കിലും കേട്ടെ. അപ്പം അതല്ല, നമ്മളിപ്പോൾ തൃശ്ശൂർ ടൗണിൽ ഒരു 5 കിലോമീറ്ററിനുള്ളിൽ 5 കിലോമീറ്ററിനുള്ളിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളുടെ പറയണത്. അപ്പം തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൗണ്ടിന് ചുറ്റാണ് തൃശ്ശൂർ ടൗൺ ഉള്ളത്. വളരെ ഭംഗിയുള്ളൊരു ടൗണാണ് തൃശ്ശൂർ ടൗൺ. ഇനിയിപ്പം അതിനടുത്ത് തന്നെ സൂ ഉണ്ട്. സൂ ഒരുപാട് മൃഗങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ ബാംഗ്ലൂർ അവിടെ ഇവിടെയൊക്കെ പോണ പോലത്തെ അത്രയും മൃഗങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്നാലും കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് കൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം മൃഗങ്ങളെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കാരണം ഇവിടെ നിന്ന് മാറ്റാമെന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. കുറേ ആയിട്ട് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ സൂവിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ പാർക്കുണ്ട്. അതുകൂടാതെ നമ്മുടെ വടക്കേ സ്റ്റാൻഡിൻ്റെ പോകുന്ന അവിടെ ബിനിയൊക്കെ ഇല്ലേ, അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു പാർക്കുണ്ട്. 4 മണിക്ക് ശേഷമാണോ അതിൻ്റെ ഒരു എൻട്രി ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവിടെ അതെ, ഇവിടെ എൻട്രി ഫീസ് 20 രൂപയാണ് അഡൽട്ടിനുള്ളത്, കുട്ടികൾക്ക് 5 രൂപയുള്ളൂ ഇവിടെ. പിന്നെ പോകാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പൂരം തൃശ്ശൂർ പൂരത്തിനടുത്തായിട്ടുള്ള എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ എക്സിബിഷൻ നിങ്ങൾക്ക് കയറി കാണാൻ പറ്റും. പിന്നെ ശക്തമ്പുരം പാലസ് ഉണ്ട്. അപ്പോൾ ശക്തമ്പുരം പാലസും വടക്കേ സ്റ്റാൻഡിലാണ്. വടക്കേ സ്റ്റാൻഡ് 2 സ്റ്റാൻഡുകളാണ് തൃശ്ശൂരിലുള്ളത്. വടക്കേ സ്റ്റാൻഡും ശക്തൻ സ്റ്റാൻഡും. പിന്നെ മുനിസിപ്പൽ സ്റ്റാൻഡ്, ചെറിയ മുനിസിപ്പൽ സ്റ്റാൻഡ് എന്നാൽ ശരിക്കും കോർപ്പറേഷൻ്റെ മുമ്പിലാണ്. എങ്കിലും ഞങ്ങൾ തൃശ്ശൂർക്കാർ അതിനെ ഇപ്പോഴും മുനിസിപ്പൽ സ്റ്റാൻഡ് എന്നേ പറയുള്ളൂ. കോർപ്പറേഷനായാലും കോർപ്പറേഷൻ സ്റ്റാൻഡ് എന്നൊന്നും പറയുന്നത് ഞാൻ കേട്ടില്ല. മുനിസിപ്പൽ സ്റ്റാൻഡ് തന്നെ പറയുള്ളൂ. അപ്പം പുത്തമ്പള്ളിയുടെ ഒക്കെ അടുത്ത് ആയിട്ട് വരുന്നത് മുനിസിപ്പൽ സ്റ്റാൻഡ്. അപ്പം ആ വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്താണ് നമ്മുടെ ശക്തമ്പുരാൻ പാലസ് ഉള്ളത്. അപ്പോൾ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വടക്കനാഥൻ്റെ പരിസരങ്ങളും ഒക്കെ നമുക്ക് ഇത് പാറമേക്കാവ് ഒക്കെ കണ്ട് കവർ ചെയ്യാൻ പറ്റും. ഇനി സച്ചുവിൻ്റെ വക തൃശ്ശൂർ ഡയലോഗ്. ഓടലടാ, നിക്കടാ, എന്തിട്ടാ ഗടി, അങ്ങനെയല്ലല്ലോ പറയാ. ഞാൻ തൃശ്ശൂർക്കാരിയായിട്ടും ശരിക്കും തൃശ്ശൂർ സ്ലാങ് ഒന്നും ഇല്ലാത്തത് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ മേമ്മയുടെ കുട്ടികൾ കോഴിക്കോട്, അമ്മയുടെ ആങ്ങളയുടെ കുട്ടികൾ കോട്ടയം. അപ്പോൾ എല്ലാ ഭാഷയും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഇതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ തൃശ്ശൂർ സ്ലാങ് ഒക്കെ പറയണമെങ്കിൽ ഇനി സച്ചു പറയണം. സച്ചു ആണ് ശരിക്കുള്ള തൃശ്ശൂർക്കാരെ എപ്പോഴുള്ളൂ. സച്ചു ഒന്ന് പറയടാ.
തൃശ്ശൂരിന്റെ പ്രത്യേകത, തൃശ്ശൂരിന്റെ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞേ. ആ സ്പെഷ്യൽ എന്തുട്ടുണ്ടടാ, ഈ എന്തുട്ടുണ്ടടാ എന്ന് പറയാൻ എന്നുള്ള വാക്കില്ലേ? എന്തുട്ടാ, എന്തുട്ടാ, അതന്നെ എന്തുട്ടാന്നുള്ള വാക്ക് വരാൻ കാരണം എനിക്ക് തോന്നുന്നതേ നമ്മുടെ അവിടെ എന്താട്ടോ അല്ലേ, എന്താട്ടോ എന്നുള്ളത് ഇവിടെ തൃശ്ശൂർക്ക് 35 കിലോമീറ്റർ അകലല്ലേ ഷൊർണൂര്, 35 എത്ര വരും, ആ ഷൊർണൂർ 35 കിലോമീറ്റർ. ഷൊർണൂർ എന്താട്ടോ എന്നൊക്കെ പറയണത് തൃശ്ശൂർ എത്തുമ്പോഴേക്കും എന്തുട്ടാ എന്നുള്ളതായി. അപ്പോൾ നമ്മുടെ ഭാഷ വന്ന വഴിയൊക്കെ പറയാൻ വെച്ചാൽ നല്ല രസമല്ലേ. ഇത് ഇവര് ഇവിടെ ആടിക്കൊണ്ടിരിക്കുന്ന ചേട്ടാ. ഭാഷയല്ല സ്ലാങ് അല്ലേ, ഓരോ സ്ലാങ്ങുകളും നമ്മുടെ മലയാളത്തിൽ തന്നെ പല സ്ലാങ്ങുകൾ കേൾക്കുമ്പോഴേ നമുക്ക് പോവാ. അപ്പോൾ ശരിക്കുള്ള തൃശ്ശൂർ സ്ലാങ്ങൊക്കെ ഇപ്പോൾ കേൾക്കണമെങ്കിൽ നമുക്ക് അവിടെ ശക്തൻ സ്റ്റാൻഡിൽ ഒക്കെ മാർക്കറ്റ് ഉണ്ട്. അതുപോലെ വടക്കാഞ്ചേരി കുന്നംകുളമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കുള്ള തൃശ്ശൂർ സ്ലാങ് കേൾക്കാം. രസമാണ്. പിന്നെ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയണ ഒരു കാര്യം എന്ന് വെച്ചാൽ ശവത്തിൻ്റെ ഫീമെയിൽ കണ്ടുപിടിച്ചെന്നൊക്കെ പറയാൻ ജയരാജ് വരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശവി അതല്ലേ, അത് നമ്മളൊന്നും പറഞ്ഞു, ഞങ്ങളൊന്നും അങ്ങനെ പ്രത്യേകം പറയാറില്ല. പക്ഷേ ജയരാജ് വരെ പറയട്ടെ എന്തിട്ടുണ്ടോ. ഏറ്റവും ഉയരം കൂടിയ ആനയുടെ അസ്ഥി കേട്ടോ. എന്താ ചെങ്ങല്ലൂർ രംഗനാഥൻ ഏറ്റവും ഉയരം കൂടിയ ആന. ചെങ്ങല്ലൂരാന എന്ന പേരിൽ അറിയപ്പെടുന്ന ആനയുടെ അസ്ഥിക്കൂടാണ് ഈ കാണുന്നത്. ഇവിടെ മൊത്തം സ്റ്റഫ് ചെയ്ത കരടി, പുലി, അങ്ങനെ കഴുതപ്പുലിയൊക്കെ ഉണ്ട്. കടുവ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തോന്നി കേരളത്തിൽ ഉണ്ടായിരുന്ന ജാതി സിസ്റ്റമൊക്കെ കേട്ടോ. നായാടി, കാടർ, അവരുടെ മുടി, അവരുടെ ഓരോ ജീവിത സാഹചര്യത്തിനനുസരിച്ച് അതൊക്കെ വരഞ്ഞു വെച്ചു. നമ്പൂതിരി, തമിഴ് ബ്രാഹ്മണൻ, അവരുടെ വസ്ത്രധാരണം. പാവപ്പെട്ട ആൾക്കൊരു വസ്ത്രം കുറവല്ലേ, അവർക്ക് കിട്ടാൻ വഴി വേണ്ടേ. അതെ, തമിഴ് ബ്രാഹ്മൺസ്, സ്ഥാനി നായർ, ഈഴവർ, തിരുപ്പതി തീർത്ഥാടകർ, വെള്ള ജൂതൻ, കറുത്ത ജൂതൻ, സിറിയൻ ക്രിസ്ത്യൻ, ബനിയ. നമ്മുടെ ബനിയ എന്ന് പറഞ്ഞ വിഭാഗക്കാരാണ്. പണ്ട് കാലത്തുണ്ടായാലും ജാതി സിസ്റ്റം ആലോചിച്ചു. നമ്മളൊക്കെ ഇപ്പോൾ ജനിച്ചത് നമ്മുടെ ഭാഗ്യം. പണ്ട് കാലത്തെ ഡ്രസ്സ് കണ്ടോ, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെ ഒക്കെ ഡ്രസ്സ് കണ്ടോ. അത് രാജാക്കന്മാരുടെ അവസ്ഥ. രാജാക്കന്മാരെങ്ങനെയും മറ്റേ പ്രജകൾ ഇങ്ങനെയായിരുന്നു. അതൊറ്റ ഇതിൽ കൊണ്ടിട്ടുണ്ട്. അതോടെ ചിലരൊക്കെ പറയേ രാജാക്കന്മാർ വരണം, തിരിച്ചു വരണം എന്നൊക്കെ. നമ്മളൊക്കെ ഇങ്ങനെ നടക്കേണ്ട വരും. വേണ്ടേ, ഇപ്പം നമ്മൾ ജനിച്ചത് നമ്മുടെ ഭാഗ്യം അല്ലേ. രാജാക്കന്മാർ വരുന്നുണ്ടോ? വേണ്ട. മ്യൂസിയം 4:30 വരെ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ കണ്ടിറങ്ങി ഇതാ അടയ്ക്കാനായിട്ട് അവർ ഇതാക്കുന്നു. മ്യൂസിയത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ കാണാനും പഠിക്കാനൊക്കെ ഉണ്ട്.
ഏതാ അതെന്താന്ന് അറിയില്ല മോളെ. അത് പേര് എഴുതി വെച്ചിട്ടുണ്ട്, പേര് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കി നോക്കട്ടെ. ഇവിടെ ഒരു മുള്ളാത്തി ഉണ്ട് കേട്ടോ, കണ്ടോ? നടന്ന് തളർന്നു. ദ മ്യൂസിയത്തിൻ്റെ ഇവിടെ നിന്ന് ഐസ്ക്രീം ഞാൻ വരണം. വരാം ഐസ്ക്രീം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നതാണ് അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറയണം. അപ്പോൾ ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നിട്ടിരിക്കാം. ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള സംവിധാനത്തിൻ്റെ കേട്ടോ. രണ്ടാമത്തെ ഐസ് അല്ലേ? ഐസ്ക്രീം ഐസും ജ്യൂസൊക്കെ കഴിച്ച് നീ ഇരിക്കണമെങ്കിൽ ഇവിടെ സ്ഥലമുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നല്ല വെയിലുണ്ട് അവിടെ. അല്ല ഇരിക്കാൻ പറ്റുന്ന. അങ്ങനെ ഞങ്ങള് സൂവിന്റെ അവിടെ നിന്ന് പാറയമേക്കാവ് ഇവിടെ നമ്മുടെ വടക്കനാട് ഇവിടെ എക്സിബിഷൻ, പൂരം എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ. പൂരം എക്സിബിഷൻ. ഇപ്പൊ സൂവിന്റെ ഉള്ളിൽ നടന്നിട്ട് ഈ എക്സിബിഷന്റെ ഉള്ളിൽ നടക്കാനുള്ള ആരോഗ്യം അവർക്ക് ഉണ്ടാവില്ല അല്ലേ? ഉണ്ടാ ഇല്ല. നമുക്ക് വേറൊരു ദിവസം വരാം. അമ്പലമല്ല മുന്നോട്ട് എക്സിബിഷൻ ഹാളിന്റെ അമ്പലം. അത്ര അമ്പലം എന്താ നേരെ ഓപ്പോസിറ്റ് അവിടെ ഇത് എക്സിബിഷന്റെ അമ്പലം. അത്ര എക്സിബിഷന്റെ തൃശ്ശൂർ പൂരം എക്സിബിഷന്റെ എൻട്രൻസ് കണ്ടിട്ടേ ഗോമി അമ്പലാന്ന്. വണ്ടികൾ കൂട്ടത്തിനെ ഇതിന്റെ നല്ല വ്യൂ അല്ലേ? ഈ തേക്കിൻകാട് മൈതാനവും വടക്കനാഥനും അവിടെ അങ്ങോട്ട് പോകും. തേക്കിൻകാട് മൈതാനത്തിൻ്റെ ഉള്ളിൽ ആദ്യം നമുക്ക് അവിടെ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും വടക്കനാഥൻ്റെ അവിടെ ഇവിടെയുള്ള ആലിൻചൂടിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നല്ല തണല്, നല്ല സുഖം. ഇവിടെ വടക്കുനാഥൻ്റെ അമ്പലം. അതിൻ്റെ സൈഡിൽ നമ്മുടെ എക്സിബിഷൻ, ഏറ്റവും ഫ്രണ്ടിൽ പാറയമേക്കാവ് കണ്ടോ? പാറയമേക്കാവ് കാണാൻ. അപ്പോൾ നമ്മുടെ ഇവിടെ വടക്കുനാഥൻ്റെ ചരിത്രം പറയാൻ 1300 വർഷം പഴക്കമുണ്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നിന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇന്നുള്ള ഈ രീതിയിലാക്കിയത് ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ് കേട്ടോ. ഇതിങ്ങനെയല്ല, 1300 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ദ്രാവിഡ ക്ഷേത്രം, നമ്മുടെ അതിലുള്ള ദ്രാവിഡ ക്ഷേത്രമായിരുന്നു എന്നും പിന്നീട് ബുദ്ധ ജൈന പാരമ്പര്യം ഉണ്ടായിരുന്നു എന്നും അതിനുശേഷം ശൈവ വിഷ്ണു പാരമ്പര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രകാരന്മാർ പറയുന്നു. അപ്പോൾ അത്രയും വർഷങ്ങളായി പഴക്കമുള്ളൊരു ഒരു ക്ഷേത്രമാണ് വടക്കുനാഥൻ. കണ്ടില്ലേ? അതിൻ്റെ ഏറ്റവും വലിയ ചുറ്റുമതിലുള്ളത് ഇവിടെയാണ് കേട്ടോ. കേരളത്തിലെ തന്നെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ ചുറ്റുമതിലുകളുള്ളത് വടക്കുനാഥ ക്ഷേത്രത്തിനാണ്. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വടക്കുനാഥൻ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമോട് ഇവിടെ ഉള്ള റോഡിനെ സ്വരാജ് റൗണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ സ്വരാജ് റൗണ്ടിലൂടെ അല്ലാതെ തൃശ്ശൂരിൻ്റെ ഒരു ഭാഗത്തേക്കും പോകാൻ പറ്റില്ല. അപ്പോൾ ഈ റൗണ്ടും ഈ ഒരു ക്ഷേത്രവും ഒക്കെ ഒരു തൃശ്ശൂരിലെ തന്നെ എന്താ പറയുക മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ്. ഈ തേക്കിൻകാട് മൈതാനം. അപ്പോൾ അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളുമാണ്. വിശ്വാസാധിഷ്ഠിതമായതും പാരമ്പര്യം അങ്ങനെയെല്ലാം ഒരുപാട് കാര്യം. പിന്നെ നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു അമ്പലങ്ങളിലൊന്നാണ് ഈ അമ്പലം. നമ്മുടെ ഈ വടക്കുനാഥിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ പുത്തപ്പള്ളിയുടെ മിനാരം കാണാം കേട്ടോ. പുത്തപ്പള്ളിയുടെ കുരിശ്. തേക്കിൻകാട് മൈതാനം. അച്ചു ബിഗ് ബോസ് ആവണോ? ഞാൻ അതാണ് നീ കേൾക്കുള്ളൂ, പറഞ്ഞ കേൾക്കുള്ള. നിരഞ്ജൻ കഴിപ്പിലാണ് ബിഗ് ബോസിന്റെ സാധനത്തിൽ. മൈക്കാണല്ലേ? വേറൊന്നും എഴുതണ്ട, വെറും കലിപ്പന. വാ. അപ്പൊ ഇരിക്കാൻ പറ്റിയ സാധനം ഇവിടെ വാ. സച്ചൂടാന്ന് സച്ച്. അങ്ങനെ ഞങ്ങൾ നടന്ന് നടയിലെത്തി. ഇതാണ് തെക്കേ നട. ഇവിടെയാണ് കുടമാറ്റം നടക്കുന്ന സ്ഥലം കേട്ടോ. അവിടെ ശക്തൻ തമ്പുരാന്റെ പ്രതിമ ഉണ്ട്.
ഇവിടെ മുനിസിപ്പൽ റോഡിലേക്ക് പോകുന്ന സ്ഥലം. ശക്തിനമ്പുരാന്റെ പ്രതിമ ശരിക്കും കാണാൻ പറ്റുന്നത് തെക്കേ നടയുടെ മുമ്പിലാണ് ഞങ്ങൾ ഇവിടെ ഒരു ചേട്ടനോട് ചോദിക്കുക ചെയ്തേട്ടോ. എനിക്ക് ഇത് ഏതാ നടയാന്ന് കറക്റ്റായിട്ട് അറിയണ്ടായിരുന്നില്ല. ഇവിടെ ഇരുന്ന ഫോട്ടോ എടുത്ത് തരാം. ഗൗരി ഇരിക്കേ. ഗോമി ബിഗ് ബോസ് എണീറ്റു. ബാഗൊക്കെ എടുത്ത് നടന്നു തുടങ്ങി. ഇങ്ങനെ ഒരു അല്ല എത്ര നേരം ഇങ്ങനെ എടുക്കാം. നിന്റെ അത്ര കഴിവില്ലല്ലോ ഫോട്ടോ വീഡിയോ എടുക്കാനൊന്നും. അടുത്ത ബിഗ് ബോസ് ഇവന്റെ കൂടെ പാവന്റെ ലച്ചു മാത്രം പറഞ്ഞനുസരിച്ച്. എന്നാ ഞാൻ പറയില്ല ഗൗരി അല്ലേ? ലച്ചു അങ്ങനെ കുടമാറ്റം നടക്കുന്ന തെക്കേ നടയിൽ ഞങ്ങൾ ഇറങ്ങാണ്. ഇവിടെ നിന്ന് കുട്ടികൾക്ക് ചായ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. എത്ര വെള്ളം കുടിച്ചാലും മതിയാവാത്ത ആദ്യത്തെ ബസ് കയറണല്ലേ? അങ്ങനെ ഞങ്ങൾ കുളപ്പുള്ളിയിൽ എത്തിയിരിക്കാട്ടോ. ബസ് ഇറങ്ങി. സംഭാരം കുടിച്ചോട്ടിയുടെ അത് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല അല്ലേ? വലിയ സംഭാര സോഡ അല്ലേ? അവൾക്ക് കുറച്ച് കൊടുക്കും. സംഭാര സോഡ അല്ലേ? സംഭാരന് സോഡ വെച്ചാൽ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. അങ്ങനെതാ ഞങ്ങളിതാ വീട്ടിലെത്തി. കയറിതാ വാതിൽ തുറക്കണു. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ്.